everybody. എല്ലാവർക്കും നമസ്കാരം. ഒരു brand new episode of Funny Nights with Pearly Mani co-presented by Swayamvara Silks and Kylie Jewellers ലേക്ക് സ്വാഗതം. ശരിക്കും ഇന്ന് എൻ്റെ ഈ ഹോട്ടലിലേക്ക് വരാൻ പോകുന്ന രണ്ട് ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള രണ്ട് പേരാണ്. ഇതിലെ ഫസ്റ്റ് ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളും ഹിറ്റാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം വളരെ ലക്കി ആയിട്ടുള്ള ഒരു സ്റ്റാറാണ്. ഇദ്ദേഹം തുടങ്ങിയ അന്ന് തൊട്ട്, അതായത് ആക്ടിങ് കരിയർ തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെ അദ്ദേഹം ഒരേപോലെ ഇരിക്കുന്നത്. ഇറ്റ്സ് ബിൻ ഓൾമോസ്റ്റ് 30 years. പക്ഷെ ഇതുവരെ അദ്ദേഹത്തിൻ്റെ മുഖത്തോ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലോ ഒന്നിനും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതിൻ്റെ സീക്രട്ട് നമ്മൾ ഇന്ന് ചോദിച്ചറിയേണ്ട ഒരു ദിവസമാണ്. രണ്ടാമത്തെ ഗസ്റ്റ് എന്ന് പറയുന്ന ആള്, ഇദ്ദേഹം നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. ഇദ്ദേഹം ഇപ്പം നിങ്ങൾ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇദ്ദേഹത്തിന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ബോത്ത് ഓഫ് ദെം. The first celebrity, Sudhish, and second celebrity, Prajot Kalababu. ഇവിടെ ഞാൻ അകത്തായിരുന്നു. ശരിക്കും നിങ്ങളുടെ ഡാൻസിന്റെ ഒച്ചയൊക്കെ കേട്ടിട്ട് വെൽക്കം 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 വെൽക്കം. എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾ ഇന്ന് വരുന്നു എന്നറിഞ്ഞ്. വളരെ നാടനായിട്ടുള്ള ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ചോറും നല്ല നല്ല മീൻകറി, ചുവന്ന മീൻകറി പുളിയൊക്കെ ഇട്ടിട്ട്, പിന്നെ മറ്റേ ആ തോരനുണ്ടല്ലോ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ചെമ്മീൻ തോരൻ. കോഴിക്കോട് നിന്ന് കോഴിയും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യം, എനിക്ക് ചെറുപ്പം ഒരു അസൂയ തോന്നുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് യങ് ആയിട്ട് സ്ലിം ആയിട്ടിരിക്കുന്നത്? ഡയറ്റ് ആണോ? ഓൾറെഡി ഞാൻ യങ് ആണല്ലോ. പക്ഷെ ഞാൻ 30 വർഷമായിട്ട് ചേട്ടൻ ഇതേപോലെ ഇരിക്കുന്നത്. 30 വർഷമായിട്ട്? ആ, 30 വർഷം അന്ന് കിണ്ടി കാണുമ്പോ ഞാൻ കണ്ടപ്പോ അല്ല എന്റെ അങ്ങനെയല്ല കിണ്ടി അന്നും ഇന്നും കിണ്ടി അതേപോലെ. കിണ്ടിക്ക് മാറ്റം വരില്ലല്ലോ. ഇന്ത്യയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സുധീഷേട്ടൻ നിൽക്കുന്ന ഒരു വേദിയിൽ ഇങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചു, സുധീഷേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സുധീഷേട്ടൻ്റെ ഫാനാണ് ഞാൻ, പക്ഷേ സുധീഷേട്ടനെ കിണ്ടി എന്നാണല്ലോ എല്ലാവരും വിളിക്കുന്നത്. അപ്പം ഞാനൊരു വാക്ക് പറഞ്ഞാൽ സുധീഷേട്ടൻ അത് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി വന്ന് സുധീഷേട്ടൻ പറഞ്ഞു, ഒരു ടങ് ട്വിസ്റ്റർ പോലൊരു സാധനം പറഞ്ഞു. ടങ് ട്വിസ്റ്റർ പോലെ? ആ, അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ അല്ലേ ഒരു കിണ്ടി ഉരുണ്ട് ഏതോ ഒരു കുണ്ടിൽ വീണ്. ഇത് പറയാൻ പറഞ്ഞു അല്ലേ? ഇത് ഭയങ്കര എന്താ പറയാ, പ്രശ്നം പിടിച്ചൊരു റോട്ടിലൂടെ പോകുന്ന പോലെ, ഒരു നൂലിന്മേൽ നടക്കുന്ന പോലെ എന്ത് സംഭവിക്കാം. പക്ഷെ നമുക്കിത് പറഞ്ഞു നോക്കാം. എനിക്ക് ചാലഞ്ച് പറയല്ലേ, ഞാൻ സുധീഷന്റെ അവസ്ഥ അപ്പോഴത്തെ കണ്ടിട്ട് അവിടെ പ്രചോദനം പറഞ്ഞോളൂ. അതെ, അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ അതിലൊരു കിണ്ടി എന്താ കഴിയത്? കിണ്ടി. ഭാഗ്യം. സൂരജ് സൂക്ഷിച്ചൊക്കെ നടക്കണം, ഹോട്ടലാണ്. എല്ലാവരും കോൺ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് തിന്നും. നടക്കുക. ഒരു ടങ് ട്വിസ്റ്റർ പറഞ്ഞു തരും, അത് നീ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഇത് നമ്മുടെ സുധീഷേട്ടനെ പറ്റിയാണ്. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഇത്രയും പറഞ്ഞു. ദേവി കിണ്ടി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പെട്ടെന്ന് പറയണം, പെട്ടെന്ന് പറയണം. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിക്കൊണ്ടിരുന്നപ്പോ വേണ്ടത്. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിക്കൊണ്ടിരുന്നപ്പോ അതിലൊരു കിണ്ടി കണ്ടിയിൽ വീണു. അയ്യോ, വാക്ക് കണ്ടുപിടിച്ചാണ്.
മതി മതി ഇത് മതി ഇത് മതി Yes. ഇന്നത്തേക്കുള്ളതായി ബൈ ബൈ. അപ്പൊ എന്ന് നേരത്തെ കളിയാക്കിയില്ലേ ഈ പുറകെ പോയി ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് പറഞ്ഞു പകരം ചെയ്യും ഞാൻ കേട്ടോ. പകരം ചെയ്യും. ഞാൻ ഈച്ചനിടും അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു ടങ് ട്വിസ്റ്ററോടെ നമ്മൾ തുടങ്ങിയ സ്ഥിതിക്ക് ഐ വോണ്ട് സേ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പ്ലീസ് വെൽക്കം ബോത്ത് ഓഫ് ദം ടു ദ ഷോ. സീരിയസ്ലി ഐ വോണ്ട് ടു നോ, മനസ്സിന്റെ ഒരു റിഫ്ലക്ഷൻ ആണോ അതോ നിങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന ഒരു ബോഡിയാണോ? ഞാൻ ഒരു കഷ്ടപ്പെടലും ചെയ്യാറില്ല, സത്യം പറയാലോ. ബിക്കോസ് യു ലുക്ക് വെരി യങ് ആൻഡ് ഇപ്പോഴും യു ഹാവ് ഒരു ചേഞ്ച് വരും. ചില ആൾക്കാർ ഒരു വർഷം കഴിയുമ്പോൾ അവരുടെ ബോഡിയിലും മുഖത്തും ഒക്കെ ചേഞ്ച് വരും. നിങ്ങൾ രണ്ടുപേരും അതേപോലെ ഇരിക്കുന്നു. നിങ്ങൾ ഫ്രിഡ്ജിലാണോ കിടന്ന് ഉറങ്ങുന്നത്? എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കുക, എങ്ങനെയാ ഇത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മുടെ മനസ്സ് റിലാക്സ് ആയിട്ടിരിക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഹാപ്പി ആയിട്ടിരിക്കും. ഞാൻ സുധീഷ് ചേട്ടനെ കുറിച്ച് 3 വാക്കുകൾ പറയാം. ഹാൻസം, യങ്, വൈബ്രന്റ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയാം. ഇനി സുധീഷ് ചേട്ടനെ കുറിച്ച് പ്രചോദനം. ഞാൻ പറയുന്നത് ബെസ്റ്റ് ആക്ടർ എന്ന് തന്നെ പറയാം. ഓ, അത് ഈ ഓൺലൈനിൽ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ സുധീഷിനെ പറ്റി എന്തോ ഒരു ന്യൂസ് കണ്ടപ്പം പഴയ നടൻ സുധീഷിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു. അപ്പം ഞാൻ നോക്കുമ്പോൾ സുധീഷ് ചേട്ടൻ തലേ മുടിയൊന്നും ഇല്ലാതെ പ്രായമൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ വെച്ച് ദൈവം എന്തെങ്കിലും ആ ലുക്ക് എന്താണ് അസുഖം. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്ത് വന്നപ്പോഴാണ് തീവണ്ടി എന്ന ക്യാരക്ടറാണെന്നുള്ളത് കഥാപാത്രമാണെന്നുള്ളത് മനസ്സിലായി. പ്രണയ ലേഖനങ്ങൾ ഇപ്പോഴും കിട്ടാറുണ്ടോ? അന്ന് കിട്ടിയിരുന്നു എന്ന് ഞാൻ കിട്ടിയിരുന്നു പ്രണയ ലേഖനങ്ങൾ അന്ന്. ഇപ്പൊ ലേഖനങ്ങളില്ലല്ലോ, ഇപ്പൊ ഇമെയിലാണ്, എഴുത്തില്ലല്ലോ. ഇപ്പം വാട്സാപ്പ് ആണ്. പണ്ട് എനിക്ക് സത്യം പറയണമെങ്കിൽ എനിക്കൊരു ഓർമ്മയുണ്ട്, എനിക്കൊരു ചോരയിൽ കുതിർന്ന ലെറ്റർ വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു പണ്ട്. എങ്ങനെയായിരുന്നു ആ ലെറ്ററിൽ എഴുതിയിരുന്നത്? എന്റെ സ്വന്തം അതായത് ഇഷ്ടമാണ്, ഐ ലവ് യു, അങ്ങനെ എന്തോ ആണ്. അതിന്റെ ആ ഒരു വരി മാത്രം ചോരയിലാണ്. ഇപ്പൊ സ്കെച്ച് പെൻ കൊണ്ട് എഴുതിയാണോ എനിക്ക് അറിഞ്ഞൂടാ, ചോരയിലാണെന്നാ പറഞ്ഞായിരിക്കും. അങ്ങനെ എഴുതുന്നവരുണ്ട്, കോഴീനെ മുറിച്ചിട്ട് അതിന്റെ ചോര വെച്ചിട്ട്. അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ലെറ്റർ വരെ കിട്ടിയിട്ടുണ്ട് പണ്ട്. കോഴിയില്ലല്ലേ ലെറ്റേഴ്സ് ഇങ്ങനെ ഓരോ ദിവസം. എനിക്ക് അങ്ങനെ ഒരു ലെറ്റർ കിട്ടിയായിരുന്നു. എന്താണ്? കോഴിയുടെ ചോരയില്. ആണോ? എന്നിട്ട് എന്താ എഴുതിയ? ചിക്കന് വില കുറഞ്ഞു, എത്രയും പെട്ടെന്ന് ഒന്ന് മേടിക്കാൻ. ചിലപ്പോ ഒരു കോഴിയുടെ ചോര തന്നെയായിരിക്കും അത് എഴുതിയത്. കാര്യം ചെയ്യട്ടെ, ഈ മുടി എങ്ങനെ ഇങ്ങനെ ഇരിക്കണേ? ഇതോ ഭയങ്കര സ്റ്റൈലാ. ഇങ്ങനെ വെക്കാൻ പയ്യന്മാര് തലകുത്തി ഇരിക്കുന്നു. നടക്കാഞ്ഞിട്ടാണ് പലരും ഇപ്പൊ ജെല്ലി വെച്ച് മേളിലേക്ക് കയറ്റി. അസൂയ തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. കഴിഞ്ഞ 15 വർഷമായിട്ട് സത്യം പറയും കുളിച്ചില്ലേ, ഇതുവരെ മാറ്റമില്ല. അല്ല അതിങ്ങനെ ഇരുന്നോളും, ഒരു മാറ്റമില്ല. അല്ല ആദ്യം മുടിയും മുള്ളൻ പന്നിയെ പോലെ ആയിരുന്നു. ഇത് റിയൽ ആണോ? പിന്നെ എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? അത്രയും സുന്ദരനായിട്ടിരിക്കുന്നു. ഇതിപ്പോ കൊഴിയാൻ ഇപ്പൊ എന്താ ചെയ്യാ? കുറച്ച് ടെൻഷൻ അടിച്ചാൽ മതി. ഇവര് പിന്നെ ഈ പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കൂ, ഇവർ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് ഇവരുടെ മുടി ഒരെണ്ണം പോലും പോവാത്തത് അല്ലേ? സ്ട്രെസ് ഒക്കെ അടിച്ചാൽ മുടി ആദ്യം നരച്ചു തുടങ്ങും, പിന്നെ അങ്ങോട്ട് കൊഴിയും. നമ്മൾ ഈ ആവശ്യമുള്ള ടെൻഷൻ അടിക്കണ്ടല്ലോ, നമ്മൾ ചിരിക്കുക, ആസ്വദിക്കുക, പോവുക. നല്ല പക്ഷെ ലൈഫിൽ ഏറ്റവും ടെൻഷൻ അടിച്ച ഒരു ദിവസം കോമഡിക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് അമേരിക്കൻ വിസ കിട്ടാൻ വേണ്ടിയിട്ട് അമേരിക്കൻ എംബസിയുടെ ഫ്രണ്ടിൽ പോയിരുന്നു. ഇപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും ഹൗ മച്ച് യുവർ ബാങ്ക് ബാലൻസ് എന്നൊക്കെ ചോദിക്കും. മൈ നെയിം ഈസ് പ്രജോ എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ ഇംഗ്ലീഷ് അറിയില്ല. അപ്പം തന്നെ വിസ എന്തായാലും അവിടെ പോയിട്ട് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് അറിയാം. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു. പിന്നെ നമുക്ക് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നത് മിമിക്രിയാണ്. അപ്പം മിമിക്രി നിങ്ങൾ ആരെയൊക്കെ ചെയ്യും? അപ്പം നമ്മൾ പറയും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ പേരൊക്കെ പറയും. ഇവിടെ ഉമ്മൻചാണ്ടി ആയിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ അച്യുതാനന്ദ സാറായിരുന്നൊക്കെ പറയുമ്പോൾ ഇവർ അനുകരിക്കാൻ പറയും. അപ്പൊ എന്തായാലും നമുക്ക് ഉമ്മൻചാണ്ടി സാറിനെ തന്നെ നമുക്ക്. എല്ലാരും ചോദിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി സാറ് പാട്ട് പാടുകയല്ലേ എന്ന്. പാടുകയല്ലേ? ഞാൻ പാട്ട് പാടും. എനിക്ക് ഈയിടെ കേട്ട ഒരു പാട്ട് ഞാൻ 2 ലൈൻ പാടാം, 3 ലൈൻ ഞാൻ പാടാം. ജാതിക്കാത്തോട്ടം ജാതി നിന്റെ നോട്ടം എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പെടപ്പ. ഈ പാട്ട് പാടിക്കഴിയുമ്പോൾ ഇങ്ങനെയാ. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഓ, നിങ്ങൾ ഈ കള്ളു കുടിച്ചിട്ടുള്ള സീൻസ് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്? ഏതൊക്കെ സിനിമയില്? ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും എന്താ പറയാ, അന്ന് ഇന്നസെന്റ് ഏട്ടന്റെ കൂടെ ഒരു പടം ചെയ്തല്ലോ, പവിത്രം. അതിനാണ് ആദ്യമായിട്ട് കള്ളു കുടിക്കുന്ന ഒരു സീൻ. ശരിക്കും അത് എങ്ങനെയാ അഭിനയിച്ചത്? റിയൽ ലൈഫിൽ നിങ്ങൾ രണ്ടുപേരും കുടിക്കാറേ ഇല്ലെന്ന് എനിക്കറിയാം. പിന്നെ അഭിനയിച്ചത് ഞാൻ ചിരിച്ചത് നിങ്ങൾ ചിരിച്ചു കണ്ടിട്ടാ. ഞാനിപ്പോ എന്താ പറഞ്ഞത്? നിങ്ങൾ റിയൽ ലൈഫിൽ കുടിക്കാറേ ഇല്ലെന്ന് എനിക്കറിയാം. അപ്പൊ ഇങ്ങനെ ചിരിച്ചു. കുടിക്കാറുണ്ടോ? അതുകൊണ്ടല്ലേ ചിരിച്ചല്ലേ? പിന്നെ തീർച്ചയായിട്ടും കുടിക്കാറുണ്ട്. നമ്മള് വല്ലപ്പോഴും ഒക്കെയാണോ? വല്ലപ്പോഴൊക്കെ ഡെയിലി കഴിക്കാറുണ്ട്. വെറുതെ പറഞ്ഞു കേട്ടോ.
മാറാ പാണ്ടിലോറുടെ മുമ്പിൽ പെട്ട തവള പോലെ ആയി ഒരു പോടാ അവിടുന്ന്. പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് ടൂറിസ്റ്റ് ബസിന്റെ ഗ്ലാസോ തന്റെ ഈ മാട്ടപ്പരോടൊന്നും ഇവിടെ നടക്കൂല. ഓ ഇറങ്ങിപ്പോളൂ. എന്റെ പരിപാടി മാട്ട പരിപാടി. നിന്നോട് ആരാ പറഞ്ഞ എന്റെ പരിപാടി മാട്ട പരിപാടിയാണ്? എനിക്കറിയാലോ തന്നെ ഈ ഇരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ പ്രോഗ്രാം കളിച്ചാണ് ആ നിലയിലെത്തിയത്. ഞാൻ അവരോട് സംസാരിച്ച പോടേക്ക. ഞാൻ പോണം. നമസ്കാരം. ഞാൻ ഈ സൈക്കിൾ യജ്ഞം അതൊന്നും ഇവിടെ നടക്കില്ല. അത് പറയാൻ വന്നതല്ല, ഞാൻ അതിൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. പറഞ്ഞോളൂ. ഞാനും ശരിക്കും ഇവരെ പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ട ഒരാളാണ്. അത് പേളി ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഇരുന്നോളൂ. ഇരുന്നോളൂ. അല്ല ശരിയാണ്. കാര്യം പേളി ഒരുപാട് കലാകാരന്മാരുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ കലാഫീൽഡിൽ നിന്ന് വന്നുകൊണ്ട് ഇതുപോലുള്ള കലാകാരന്മാരെ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഫാദറൊക്കെ എന്നെ ഇപ്പൊ ഒരു നാടകത്തിലേക്ക് അഭിനയിച്ച ആളല്ലേ ഫാദർ? അതെ അതെ. എന്റെ അച്ഛൻ ഇതുപോലെ കലാകാരനായിരുന്നു. സൈക്കിൾ യജ്ഞത്തിന്റെ കലാകാരനായിരുന്നു. ആണോ? ആ അങ്ങനെ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ്. അച്ഛൻ, അമ്മ, അനിയൻ, ഞാൻ എല്ലാം സൈക്കിൾ യജ്ഞമല്ലേ. അത് ശരി. അല്ല അച്ഛനിപ്പോ ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ? അച്ഛൻ ശരിക്കും എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഐറ്റം എന്താ പറയുമോ, അച്ഛൻ ഈ മണ്ണിൽ കുഴിച്ചിടുന്ന പരിപാടിയാണ് അച്ഛൻ്റെ ഐറ്റം. 3 മണിക്കൂറൊക്കെ മണ്ണിൽ അച്ഛൻ കുഴിച്ച് കിടക്കും അവിടെ. ശരി. ഒരു ദിവസം തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു പറമ്പിൽ ഇങ്ങനെ പ്രോഗ്രാം നടക്കുക. അച്ഛനെ കുഴിച്ചിട്ടു. എന്റെ ദൈവമേ, ജനങ്ങൾ എന്ന് പറഞ്ഞ തടിച്ചങ്ങോട്ട് കൂടി. ശരി. പിടിച്ച കിട്ടാത്ത ജനം. അവസാനം പോലീസ് ലാത്തിചാർജായി. ജനം പിന്നെ ഓടി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ല അപ്പം അച്ഛനോ? അച്ഛൻ ഏതോ ഒരു പറമ്പിലുണ്ട്. അത് എവിടെയാന്നുള്ള കാര്യം അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അല്ല എന്തെങ്കിലും അടയാളം വെക്കാൻ പാടില്ലായിരുന്നു? അടയാളം വെച്ചു. ഞാനാരാ മോൻ, വിശിഷ്ട സ്ഥലത്ത് നമ്മളൊരു അടയാളം വെക്കണമല്ലോ. ഞാനൊരു തീപ്പെട്ടി ഉണ്ടായിരുന്നു. ആ തീപ്പെട്ടി അടയാളം വെച്ചു. ഈ പോലീസ് എല്ലാം ഓടിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോ ആ തീപ്പെട്ടി എവിടെന്നോ എടുത്ത് ഒരുത്തം കത്തിച്ച് വീടിയും പിടിച്ചിട്ട് നടക്കണം. അച്ഛൻ ഏത് പറമ്പിലാന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. ഞാൻ ഈ ട്യൂബ് തിന്നും. ട്യൂബ് ലൈക്ക് ട്യൂബ് ലൈറ്റ്. ആ ട്യൂബ് ലൈറ്റ് ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്നും ഇഷ്ടം പോലെ. മുറിയത്തില്ലേ? വായ മുറിയും. നിങ്ങളുടെ വിചാരം എന്താ, ഇത് ഭക്ഷണം കഴിച്ച് വയറ് വീർത്തിരിക്കണമെന്നാണോ? മൊത്തം കുപ്പിച്ചില്ലല്ലേ വയറ്റില്, കണ്ടോ? കമന്ന് കിടക്കാൻ പറ്റില്ല, ബെഡ് കയറിപ്പോ. അനിയൻ എടുക്കണാണ്. അനിയൻ ഞങ്ങളെ പോലൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റേജിൽ പല പല ട്രിക്കുകളില്ലേ? അപ്പൊ അനിയൻ പറഞ്ഞു, ചേട്ടാ നമ്മൾ ഈ സൈക്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കാതെ നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഈ ഗോളം ഇല്ലേ, നമ്മുടെ ബൈക്ക് ഓടിക്കുന്ന ഗോളം കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ചെറായി ബീച്ചിലൊരു പ്രോഗ്രാം. ഞങ്ങൾ ഇതുപോലെ ഒരു ഗോളം ഉണ്ടാക്കി അനിയൻ ബൈക്ക് കയറ്റി സ്റ്റാർട്ട് ചെയ്തു. ജനം എന്ന് പറഞ്ഞ ബീച്ച് മൊത്തം ജനം സ്റ്റാർട്ട് ചെയ്ത് ഒറ്റ പോക്ക. അങ്ങനെ പോയത് ഇതിന്റെ അടിയിൽ ഒരു വാതിലുണ്ടല്ലോ, അതിന്റെ കൊളുത്തിലവ മറന്നു പോയി. നേരെ കടലിന്റെ അങ്ങ് അറ്റത്തേക്ക് പോയി. അറബിക്കടലിലാണോ എവിടെയാണോ ചെന്നേക്കണെന്ന് ഒരു പിടുത്തമില്ല. അപ്പൊ ഞാൻ വന്നത് വേറെ, എനിക്ക് കുറച്ച് സൗണ്ട് വേണം. സൗണ്ട് അല്ലേ? മൈക്ക് നല്ല എന്റെ ആ പാട്ട് അല്ലേ, എന്റെ മനോഹരമായ പാട്ട്. കേട്ടോളൂ കേട്ടോളൂ. ചൈത്രനിലാവിന്റെ പൊൻപീലിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗ തിരശീല നീർത്തി നിൻ രൂപമിന്നും വരയ്ക്കും ഞാൻ, വരയ്ക്കും ഞാൻ. ഇതുവരെ ആയിട്ട് ഈ പാട്ട് പഠിച്ചില്ലേ? ഇത്രയും നാളായിട്ട്. ഒരു സൗണ്ട് എടുത്തേ. പ്രിയമുള്ള കലാപ്രേമികളെ, ഇത് ഞാനാ കലാഭവമണി. ഇതല്ല ഈ സൗണ്ട് അല്ല, വേറെ സൗണ്ടാ. വേറെ സൗണ്ട് എന്ന് പറഞ്ഞപ്പം നമുക്ക് വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് നിങ്ങളിത് കാണുവിൻ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ലോകമെമ്പാടുമുള്ള കാണികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ത്രില്ലിംഗ് ഗോൾ. അടിപൊളി. ഇത് മിമിക്സ് അല്ലേ? ഞാൻ പറഞ്ഞു ഈ സൗണ്ട് അല്ലെന്ന്. പിന്നെ മറ്റേ സൗണ്ട് സിസ്റ്റം അല്ലേ, മൈക്ക്, ആംപ്ലിഫയർ, മിക്സറൊക്കെ. അങ്ങനെ ഒരു സിസ്റ്റം എനിക്ക് വേണം. ഇവിടെ എനിക്കൊരു ചെറിയ പ്രോഗ്രാം ഉണ്ട്, അത് എവിടെ കിട്ടും എന്നൊന്നും അറിയാൻ വേണ്ടി വന്നതാ. അല്ല അതിനിപ്പോ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എന്റെ ഒരു പരിചയക്കാരനുണ്ട്, മിക്സർ മണി എന്ന് പറഞ്ഞ ഒരാളാണ്. മിക്സർ മണി? അതെ അതെ. സൗണ്ട് സിസ്റ്റം എല്ലാം ഉള്ള ആളാണ്. ആളെ കണക്ട് ചെയ്ത് തരാം. പുള്ളിയായിട്ടൊന്ന് സംസാരിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ആ നമ്പർ കൊടുത്തേക്കണം. മിക്സർ മണി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ, സൂക്ഷിച്ചു വേണം. അയാളുടെ പേരെന്താ? പക്കവട? പക്കവടയല്ല, മിക്സർ. മിക്സർ മണി. ഓക്കെ, താങ്ക് യു. ഇപ്പൊ പോയ ആള് നമ്മുടെ ഹോട്ടലിൽ താമസിക്കുന്ന ആളാ. ഇതേപോലെ കുറച്ച് പേരും കൂടി ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഇവരെ എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റുന്നില്ല. ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിനും വേണ്ടി ഞങ്ങൾ ഫ്രീ ആയിട്ട് സ്കിറ്റ് കാണിക്കാം എന്നാണ്. അപ്പൊ ഇന്നത്തെ സ്കിറ്റ് എന്താ നമുക്ക് കാണാം. നമുക്കൊരു ഇൻവൈറ്റ് ചെയ്താലോ ഗൈസ്. കുന്നുമ്മ ഒരു വരി കുന്നുമ്മ ഒന്നല്ല കുന്നുമ്മ പാല നട്ടു
പാലക്കീലയൊടുകായോടു പൂവോടു പാലക്കൽ നിലവല്ലേ പെണ്ണാളെ തന്തിന്ന താനിന്ന തന്തിന്ന താനിന്ന തന്തിന്ന താനിന്ന താനിന്നാനേ തെന്തിന്ന. നീ എന്ത് പണി കാണിച്ചേ? എന്ത് പണി? അത് പാട്ട് മമ്മൂക്ക നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ട് പാടിയ പാട്ടല്ലേ അത്? മമ്മൂക്ക നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ട് പാടിയ പാട്ട് തന്നെ സമ്മതിക്കുന്നു. പക്ഷെ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ആരാ? ഈ വീട്ടിലെ ചെലവ് നോക്കുന്ന ആരാ? ഞാനാണോ? എനിക്ക് ലാലേട്ടന്റെ പാട്ട് മതി. എനിക്ക് ലാലേട്ടന്റെ പാട്ടാ ഇഷ്ടം. അങ്ങനെ കൊള്ളൂല്ലോ അവനെ, അങ്ങനെ കൊള്ളൂല്ലോ. ഈ വീട്ടിലെ കാര്യങ്ങൾ നീ ആയിരിക്കും നോക്കണേ. പക്ഷെ ഈ വീട്ടിലെ ഗൃഹനാഥൻ ആരടി? ഗൃഹനാഥൻ നിങ്ങളാ? ഞാനാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ കാര്യങ്ങൾ എന്റെ ഇഷ്ടത്തിന് നടന്നാൽ മതി. ഈ വീട്ടിലെ സകല കാര്യങ്ങൾ നോക്കുന്ന ഞാനാണോ? എടി നീ ഇവിടെ കിടന്ന് സുഖിച്ച് ജീവിക്കുന്ന സമയത്ത് വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് ഈ സൗണ്ടിന്റെ പരിപാടിയൊക്കെ ചെയ്ത് നടക്കണ ഞാനല്ലടി. ഞാൻ ഇവിടെ സുഖിച്ച് ജീവിക്കുന്നല്ലേ? നീ ഞാൻ ഇവിടെ കിടന്ന് പട്ടിയെ പോലെ പണിയെടുത്താ ഞാൻ ഇവിടെ കിടന്ന് ജീവിക്കുന്നറിയോ? ഞാൻ സുഖിച്ച് ജീവിക്കുന്നല്ലേ? അല്ല, എനിക്ക് മനസ്സിലാവുന്ന പട്ടി എന്നാ പണിയെടുക്കണം. എന്തെങ്കിലും തിന്നച്ച എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുമല്ലോ. എന്റെ യജമാനെ കാണുമ്പോ ഇങ്ങനെ കാണിക്കല്ലേ പട്ടി കാണിക്കുള്ളൂ. അല്ലാതെ പട്ടി എന്ത് പണിയെടുക്കണേ? ആര് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും പട്ടി പണിയെടുക്കാൻ പണിയെടുക്കാൻ. ഞാനൊരു കാര്യം ചോദിക്കണേ, എടി ഏത് പട്ടിയാടി പണിയെടുത്ത് കുടുംബം നോക്കിയേക്കണേ? നീ ഏതെങ്കിലും ഒരു പട്ടിയുടെ പേര് പറ. ആശാൻ. എന്റെ ആശാനേ. നീ എന്നാ സൈസ് വർത്താനാണ് പറഞ്ഞത്? എന്ത് സൈസ് വർത്താനം പറഞ്ഞത്? എടാ, ഞാൻ എല്ലാം മുറുകെ പണിയെടുത്തിട്ടല്ലേ ഈ കുടുംബം നോക്കിയത്. ഈ പ്രസ്ഥാനം ഈ മൊത്തം വളർത്തിയത് ആരടാ? ആശാൻ തന്നെ. എന്റെ പ്രയത്നമല്ലേ? ആശാൻ തന്നെയാണ്. എന്റെ പണിയല്ലേ? ആശാൻ പട്ടിയെ പോലെയാണ് പണിയെടുക്കുന്നത്, അറിയാമോ? എങ്ങനെ? പട്ടിയെ പോലെ. പട്ടിനെ പോലെ പണിയെടുക്കണം. പിന്നെ ആശാൻ പട്ടിയെ പോലെ പണിയെടുക്കണം. കഷ്ടപ്പെടല്ലേ? എടാ സുഖു, നിന്റെ ആശാനല്ലേ ഇത്? ഏത് നേരവും ഇങ്ങനത്തെ പിറകെയല്ലേ നീ നടക്കുന്നത് വാലുപോലെ? എന്നിട്ട് ഇങ്ങനെ വഴി തെറ്റിട്ട് നീ അറിഞ്ഞോ? എന്നും രാത്രി ഇങ്ങനെ ഫോൺ ചെയ്യുന്നത് ആരോടാണെന്ന് എനിക്ക് അറിയണം. എന്നും രാത്രി ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് ചോദിക്കും ലൈറ്റ് ഓഫ് ചെയ്തോന്ന്. ആരോടാ ഇങ്ങനെ ചോദിക്കുന്ന ലൈറ്റ് ഓഫ് ചെയ്തോന്ന്? ഇവനോടാണ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തോന്ന് ഞാൻ ചോദിച്ചത്. എന്നോട് ആ സംഭവം എന്താണെന്ന് അറിയാമോ? നമ്മൾ അമ്പലപ്പറമ്പിലെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മറ്റേ ജനറേറ്ററിൽ നിന്ന് ഡീസൽ കത്തിപ്പോവാതിരിക്കാൻ വേണ്ടി ഫുള്ള് ലൈറ്റ് ഓഫ് ആവാൻ വേണ്ടി എന്റെ അടുത്ത് പറയും. അതൊക്കെ. പക്ഷെ ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നത് ഇന്ന് ഏത് കളറാ ഇട്ടിരിക്കുന്നതെന്ന്. അത് ഡ്രസ്സിന്റെ അല്ലേ ചോദിക്കുന്നത്? പറ, ഏത് പെണ്ണിനോടാ ചോദിക്കുന്നത്? ഏത് പെണ്ണിനോടാ ചോദിക്കുന്നത്? അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും മെഗാ ഷോ നടക്കും. ഈ മെഗാ ഷോ നടക്കുന്ന സമയത്ത് സ്കിറ്റ് കളിക്കുമ്പോൾ നല്ല വെള്ള ലൈറ്റ് ഇട്ട് കൊടുക്കണം, ബ്രൈറ്റ്. സിനിമാറ്റിക് ഡാൻസോ ഫിഗർ ഷോ ചെയ്യുവാണെങ്കിൽ കളർ ലൈറ്റ് ഇട്ട് കൊടുക്കണം. ഈ കളർ ലൈറ്റ് ഏത് ലൈറ്റ് ഇട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രോഗ്രാം എപ്പോഴാ തീരണമെന്ന് അറിയാം. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, ഓക്കെ, അത് രണ്ടും ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇങ്ങനെ എന്നും രാത്രി ഫോൺ ചെയ്തിട്ട് ഉമ്മ കൊടുക്കുന്നത് ആർക്കാണ്? എത്ര ഉമ്മ എനിക്ക് എന്തിന്? അതായത് ഈ മെഗാ ഷോ ഒക്കെ വിജയിക്കുമ്പോഴേ സാധാരണ നമ്മളെ സൗണ്ട് പൊളിയാറല്ലേ ഉള്ളത്. ചില അമ്പലപ്പറമ്പിലും പള്ളി പെരുന്നാളിനൊക്കെ സൗണ്ട് വിജയിക്കും. അന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നടാ? സൂപ്പർ ആയിരുന്നു. അപ്പൊ ഒരുപാട് ഉമ്മ തരും. ഇത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, ഞാൻ ചുറ്റിക്കളി ഞാൻ പിടിച്ചോളാവേ. അയ്യോ, നീ എന്നെ ഇത് രണ്ടും പറഞ്ഞതിലൊക്കെ വിജയിപ്പിച്ചു. അല്ല, ഞാൻ ചോദിക്കട്ടെ, മറ്റേ ചാറ്റോറ പള്ളിയില്ലേ, സെന്റ് ജോസഫ് പള്ളിയില്ലേ, ആ പള്ളിയില് ഗീവറിവിസ് പുണ്യാളന്റെ സീരിയൽ ഞാൻ തന്നെ അതിന്റെ ബാലൻസ് സീരിയൽ സെറ്റിനകത്ത് ഈ ഗീവറീസ് പുണ്യാളൻ പാമ്പിന്റെ വായിൽ കുന്തം വെച്ചാണോ കുത്തണേ? ആണോ? ആണ്. എന്ന് തുടങ്ങിയാടാ പുള്ളി നീ ശൂലം വെച്ച് കുത്തി തുടങ്ങിയ? എന്നാ വെച്ചാൽ ശൂലം വെച്ച പാമ്പിന്റെ വായിൽ ഏത് ഗീവറീസ് പുണ്യാളാണോ കുത്തണേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഒരടിയും കൂടെ അടിച്ചോ. ഞാൻ പുതുക്കുളങ്ങര പതിനാറ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് മറ്റേ നരകാസുരന്റെ കയ്യില് മിക്കവാറും ബൈബിളും കുരിശും ആയിരിക്കും. അവിടെ നിന്ന് വിളിച്ചില്ലല്ലേ? ഇല്ല, വിളിച്ചില്ല. സംഭവം അവർക്ക് ഈ ചരിത്രം അറിഞ്ഞൂടായിരിക്കും. ചോദിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, മതസൗഹാർദ്ദം. ഇതിനകത്തോടെ എല്ലാം കാണാലോ. നീ കുറെ നേരമായുള്ള അവിടെ കിടന്ന് കുറുകണം. എന്നത് ഞാൻ വയറ് നോക്കണം സാർ. വയറ് നോക്കണോ? നീ എന്തിനാ വയറ് നോക്കണേ? ആശാനല്ലേ പറഞ്ഞ വയറ് ഡാമേജ് ആണ്, നോക്കണോ? ഈ വയറ് കംപ്ലൈന്റ് ആയ നോക്കിക്കോളാം, ഇല്ലെങ്കിൽ ഡോക്ടറിനെ കൊണ്ട് നോക്കിച്ചോളാം. നീ കയറി പൊടി. കണ്ടോടി, ഞാനിപ്പോ വയറിന്റെ കാര്യം പറഞ്ഞപ്പോ സംശയിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടവൻ? നിങ്ങളുടെ ശിഷ്യനല്ലേ ഇതല്ലേ, ഇതിനപ്പുറവും പറയും. അപ്പൊ നിങ്ങൾ രണ്ടും ഒരു ഗ്രൂപ്പാണല്ലേ? മതിൽ കെട്ടിയിരിക്കണ ബോക്സിന്റെ അപ്പുറത്തേക്ക് പോകരുത്, എനിക്ക് വീണ്ടും സംശയം വരും.
ഹലോ ഹലോ മിസ്റ്റർ മണി ആരാണ് മനസ്സിലായില്ല? ഞാൻ പ്രശസ്ത സൈക്ലാറ്റിസ്റ്റ് സംഗീത് ശാസ്ത്രം കൊണ്ടാണ്. എൻ്റെ ദൈവമേ സാറേ ഞാൻ സാറിനെ പോലെ ഒരാളെ തപ്പി നടക്കുമായിരുന്നു. ആണോ സാറേ? എനിക്ക് എൻ്റെ ഭാര്യ ഭയങ്കര സംശയമാണ്. അവളെ ഒന്ന് മയക്കിയിട്ട് അവിടെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് പുറത്തെടുക്കാൻ മാർഗം അത്രേ ഉള്ളൂ. നോക്കട്ടെ. ഇതൊന്ന് കുരി കഴിച്ചാൽ റെഡിയാക്കി. സിമ്പിൾ കേസ്. എല്ലാം പറ, എന്തിനേലും പറഞ്ഞോളൂ, പറയൂ. പട്ടി പിടുത്തക്കാരാ നീ തന്നെ കാണിച്ചത്. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞേ എങ്ങനെയെങ്കിലും വൈഫിനെ ഒന്ന് മയക്കിട്ട് അവരുടെ ഉള്ളിലുള്ള പുറത്തു പറയാനായിട്ട്? ഇടുമ്പോ അതല്ലെന്ന് നമ്മൾ എന്നാ നോട്ടീസ് അറിയാമേ ഇങ്ങനെ കാണിച്ചിട്ട് നോട്ടീസ് സൈക്കാട്രിസ്റ്റ്. സൈക്കാട്രിസ്റ്റ്. നിങ്ങൾ സൈക്കാട്രിസ്റ്റ് അല്ലേ? ഞാൻ സൈക്കാട്രിസ്റ്റ് അല്ല. നിങ്ങളല്ലേ പറഞ്ഞ സൈക്കാട്രിസ്റ്റ് ആന്ന്? ഞാൻ പറഞ്ഞത് സൈക്ലാട്രിസ്റ്റ് എന്നാ പറഞ്ഞത്. സൈക്ലാകാരനാണോ? അതെ അതെ. ശരി, എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് വന്ന എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് ഇവിടുന്ന് കുറച്ച് ഭാഷാ പോഷന് വേണം. അയ്യോ, ഭാഷാ പോഷനില്ല. ഞാൻ വേണമെങ്കിൽ മറയുടെ ഇടയ്ക്ക് ഞാൻ 2 ഫയർ എടുത്ത് തരാം, 4 മടക്കി. അതല്ല നിന്റെ മലയാള ഭാഷ എന്താണ്? അയ്യോ, ഉച്ചഭക്ഷണം. ഉച്ചഭക്ഷണം ഇവിടെ സാധാരണ എല്ലാവർക്കും തികയാറില്ല. ഞാൻ തന്നെ ലാസ്റ്റ് കലം പഠിച്ചിട്ട് ഇങ്ങനെ ചട്ടിയിലിട്ട് ഇങ്ങനെ കറക്കിയ തിന്നാറ് ഞാൻ. അതല്ല ഇതിന്റെ ഒരു മലയാള ഈ സാധനത്തിന് എന്താ ഉച്ചഭാഷണി അത് വേണോന്ന് പറയാനോ? ഉച്ചഭാഷണി വേണോ? അതെ. എന്റെ പൊന്നെ, ഞയർ റഹ്മാൻ വരെ സൗണ്ട് കൊടുക്കാൻ ഞങ്ങളല്ലേ? ആണല്ലേ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തല്ലേ? തൊട്ടടുത്ത പറമ്പിൽ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അത് നമുക്ക് ശരിയാവും. എത്ര ചുറ്റും വാച്ചും വേണ്ടി വരും? എന്നാ എത്ര ചുറ്റും വാച്ചും വേണ്ടി വരും? ചുറ്റും വാച്ചും അല്ല, സ്വിച്ചും വാട്സും. അങ്ങനെ തെളിച്ച് പറ. അല്ല, അങ്ങനെ പറഞ്ഞാൽ കിട്ടില്ല. ഈ പറഞ്ഞാൽ ഇവിടെ സ്ഥിരം അങ്ങനെയാണോ? അതെ, വേറെ സംഭവം ഉണ്ട്. നിങ്ങൾ ഇവിടെ ഒരു ഡെമോ കാണിക്കുവാണെങ്കിലേ അപ്പം ലൈറ്റൊക്കെ എവിടെ വരും, എങ്ങനെ ഇവിടെ കൊടുക്കണം എന്നറിയാൻ പറ്റും. നമുക്ക് അങ്ങനെ സ്റ്റേജ് ഒന്നും എവിടെ കിട്ടിയാലും ഞങ്ങൾ പെർഫോം ചെയ്യും. പക്ഷെ ഒരു കാര്യം, എനിക്ക് എൻ്റെ ട്രൂപ്പിൽ ഒരാളോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. അതാരത്? ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. ലാലേട്ടനാണോ? ലാലേട്ടൊന്നുമല്ല, സകലകലാ വല്ലഭ ശാന്തി. ഇതാണ് ശാന്തി. എൻ്റെ സമാധാനം പോയി. സ്വർണത്തിന്റെ പല്ല് വെച്ച് വന്നവരെ കണ്ടിട്ടുണ്ട്, സ്വർണത്തിന്റെ വയറ് വെച്ച് വന്ന ഒരാളെ ആദ്യമായിട്ട് കാണും. മൂഞ്ചി എന്താ ഇപ്പടി இருக்க? പണിയൊന്നുമില്ല, അതങ്ങനെ അതല്ലയാ இந்த சந்தோஷம் இல்ல அங்க? സന്തോഷമൊക്കെ ഉണ്ട്. വീട് എവിടെ? എന്റെ ഊര് വന്ന് എന്താ ചെന്നൈ. அந்த പ്രഭുദേവ സാർ இல்லையா? പ്രഭുദേവ സാറിന്റെ വലം കൈ ഞാന്. പ്രഭുദേവ സാറിന്റെ ട്രൂപ്പിലെ മെയിൻ ആർട്ടിസ്റ്റ്. എനിക്ക് പെർ ഡേ എനിക്ക് 350 രൂപ തരും. അവിടെ വെച്ച് അണ്ണനെ കണ്ടച്ച് പ്രഭുദേവ സാർ എന്തിരിക്കെ? പ്രഭുദേവ സാർ ഒന്നുമല്ല. പ്രഭുദേവ ഒന്നുമല്ല, സാറിന് മുന്നിൽ ഒന്നുമല്ല. അതെ, അണ്ണനെ കണ്ടു. ഈ അണ്ണനുണ്ടല്ല, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, അതിന് 15 ട്യൂബ് കടിച്ച് തിന്നും. 15 ട്യൂബ് കടിച്ച് തിന്നും? പുട്ട് വേണ്ട, പുട്ട് വേണ്ട. പിന്നെ നമ്മുടെ ഈ 11:30 ആകുമ്പോഴേക്കും പുള്ളി 1 ഗ്ലാസ് പാല് 2 പെട്ടി മുട്ടുസൂചി വിഴുങ്ങും. മുട്ടുസൂചി വിഴുങ്ങും? അപ്പൊ പുള്ളിയുടെ കുടലൊക്കെ മുള്ളമതിയുടെ കൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. അത് മാത്രല്ലേ, ലോറി ഇല്ലേ, വലിയ ലോറി നെഞ്ചത്തൂടെ കയറ്റി ഇറക്കും. ആണോ? പിന്നെ തല കുഴിച്ച് മണ്ണിന്റെ അടിയിൽ തല കുഴിച്ചിടും. മണ്ണിന്റെ അടിയിൽ തല കുഴിച്ചിടും മണ്ണിന്റെ അടിയിൽ. അപ്പൊ ശ്വാസം വിടണ്ടേ? ഓ, അപ്പൊ കാലിന്റെ വെള്ളേക്കറാണ് ശ്വാസം വിടണേ. മുട്ടുസൂക്കിനകത്ത് തൊളയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ ആളുടെ സഞ്ചിയാൻ ആള് ചത്തില്ലേ? കടവുളേ, നീ എങ്ങനെ പുള്ളിയുടെ പേര് മനസ്സിലാക്കിയ? കടവുളേ, എനിക്കറിയാം പുള്ളി നേരെ പാസ്പോർട്ട് ചെക്ക് ചെയ്തു.
ഏതായാലും ഞങ്ങളുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടല്ലോ. അയ്യോ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അല്ലേ? അപ്പൊ വേണ്ട സൗണ്ടും കാര്യങ്ങളൊക്കെ ചേട്ടൻ അറിയുന്നത്. അത് ഒരു പ്രശ്നമില്ല. പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു കലാ ആസ്വാദകനാണ്. സൗണ്ട് എന്താ വേണ്ടെന്ന് ഞാൻ തരും. തരുമല്ലേ? പറഞ്ഞാൽ 10,000 പാട്ട് ഞാൻ കൂടുതലിടും. ഓക്കെ. പിന്നെ ചെറിയ കാര്യം, കുറച്ച് ട്യൂബ് വേണം ഞങ്ങൾക്ക്. ഫീസായ കുറച്ച് ട്യൂബ്. ഫീസായ ട്യൂബ് വേണം. ഒരു 10-250 ട്യൂബും കൂടി തരണം. ഒരു കാര്യം ചെയ്യാം. നേരെ ഗോഡൗണിലേക്ക് പോകണം. ഇടത് സൈഡിൽ 250 ട്യൂബ് ഉണ്ട്. ഇടത് സൈഡിൽ അത് എന്തിനാ സാധനം? ഞങ്ങൾക്കത് തല്ലി നെഞ്ചത്ത് വെച്ച് പൊട്ടിക്കാനും കടിച്ചു തിന്നാനും ഒക്കെ ആയിട്ടാണ്. കടിച്ചു തിന്നോ, ഉപ്പ ഉണ്ടാക്കി തിന്നോ, കടുക് ഇടണം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എണ്ണ ഒഴിച്ചാൽ അതിലും നല്ല രസമായിരിക്കും. നേരെ പൊക്കോ. ഗോഡൗണിൽ ഇടത് സൈഡിൽ 250 ഉണ്ട്. ഗോഡൗണിന്റെ ഇടത് സൈഡിൽ 250 ട്യൂബ്. ഓക്കെ. ശാന്തി എലി വന്നതിനാണോ നീ ഇത്രയും ചാട്ടം ചാടിയത്? ഞാനോടത്ത് നിനക്ക് വേറെ എന്തെങ്കിലും സംഭവം? എത്ര നാളായിട്ട് ഞാൻ പറയാന്ന് ഈ വീട് മുഴുവനും എലിയാന്ന്. എന്തോ കൊണ്ടുവച്ചാൽ അത് മുഴുവനും കരണ്ട് തിന്നോളൂ. കറണ്ട് തിന്നോ? വെറുതെ അല്ല, കറണ്ട് ചാർജ് കൂടി വന്നെന്ന് ഞാൻ പറയുമ്പോ നീ കേക്കില്ല. അയ്യോ, കറണ്ട് ചാർജ് കൂടുന്ന കാര്യമല്ലേ. എന്ത് സാധനം വെച്ചാലും അത് കറണ്ട് തിന്നുവെന്ന്. ആണോ? എടേ, നിനക്ക് എലിയുടെ ശല്യം ഉണ്ടെങ്കിൽ നിനക്ക് ഞാനൊരു എലിപ്പെട്ടി വലിച്ചു തന്നില്ലായിരുന്നു? എലിപ്പെട്ടി വാങ്ങിച്ചു തന്നിട്ട് ഗുണമുണ്ടോ? അതിനകത്ത് വെക്കാൻ വല്ലതും വേണ്ടേ? അതിനകത്ത് തന്നാടി വെക്കണേ. മീൻ മേടിക്കണം, മീൻ തല വെച്ചാ പോരെ അതിനകത്ത്. എന്നിട്ട് പ്രത്യേകിച്ച് ഡെക്കറേഷൻ വല്ലതും ചെയ്തോ? മീൻ തല ഇവിടെ മീൻ വാങ്ങിച്ചിട്ട് എത്ര ദിവസമായി അറിയോ നിങ്ങൾക്ക്? അങ്ങനെയാണ് നിനക്ക് കപ്പയുടെ വേരിന്റെ കഷ്ണം വെക്കാൻ വളർന്നു. കപ്പ തിന്ന കാലം മറന്നു. ഇപ്പൊ പറഞ്ഞപ്പോ കൊതി വരുന്നു എനിക്ക്. എന്താ ചെയ്യണത്? ഒരു തേങ്ങയുടെ പൂള് വെച്ച തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എടാ, നീ ഇവിടെ വന്നിട്ട് ഒരാഴ്ച കൊണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ. എന്നെങ്കിലും ഒരു ദിവസം തേങ്ങ അരച്ച കറന്തി കൂട്ടിയോ? ഒരു സാധനം ഈ വീട്ടിലില്ല. എന്താ ചെയ്യണെന്ന് പറയാം. കപ്പയുടെ പേരില്ല, ഉണക്കമീൻ തലയില്ല, തേങ്ങാപ്പൂളില്ല, ഒന്നുമില്ല. പിന്നെ എന്ത് കാര്യത്തിനാണ് ഈ എലി ഇവിടെ വന്നെ? നിന്നെ കാണാനാണോ വന്നെ? പിന്നെ എലിയല്ലേ, ഇതൊന്നുമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കാണാൻ വേണ്ടിട്ട് അല്ലാതെ വേറെ ആരെ കാണാൻ? എന്നെ കാണാൻ വേണ്ടി എലികൾ വരില്ല. പിന്നെ നിന്നെ കാണാനായിരിക്കും. എലിയും തമ്മിൽ എന്താടി ബന്ധം? ഞാനും എലിയും മണിയേട്ട വെറുതെ എന്റെ വായിലിരിക്കുന്നൊന്നും കേൾക്കരുത്. അല്ല, വേറെ നമ്മുടെ എലിനെ സംശയിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ കലാഭവന്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോ എന്നെക്കാരൊരു വലിയ എലി ഓടയിലേക്ക് ഇറങ്ങി പോയിട്ട് എന്നോട് എന്നോടാ വേന്ന് വെച്ചിട്ട് അങ്ങ് പോയി. എന്നെ പറ്റി ട്യൂബ് ഇടത് സൈഡിൽ നിന്ന് എടുക്കാനാണോ പറഞ്ഞത്? വലത് സൈഡിൽ നിന്ന് എടുക്കാൻ? ഗോഡൗണിന്റെ ഇടത് സൈഡിൽ നിന്ന് എടുക്കാനാ പറഞ്ഞത്. അയ്യോ, വലത് സൈഡിൽ 250 ട്യൂബ് എടുത്താ പൊട്ടിച്ചത്. പ്രശ്നമുണ്ടോ? വലത് സൈഡിലെ 250 ട്യൂബാണ് എടുത്ത് പൊട്ടിച്ചത്. വലത് സൈഡിൽ 250 ബൾബ് എന്തിനാ വെച്ചായിരുന്നു? അത് കൊണ്ട് തല്ലി പൊട്ടിച്ചിട്ട് കുഴപ്പമുണ്ടോ? അല്ല ചേട്ടാ, ഞാൻ ഇവിടെ നിന്നപ്പോ ഇടത് സൈഡ് ഇതല്ലേ, തിരിഞ്ഞപ്പോ ഇങ്ങനെ ആയിപ്പോയി. ആ സൈഡിലെ ട്യൂബ് എടുത്തോണ്ട് പോയത്. എന്റെ ദൈവം, ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കൊന്നും കേൾക്കണ്ട. പൈസ ഇപ്പൊ തന്നെ നാളെ കൊണ്ട് കെട്ടേണ്ടത്. പൈസ? ട്യൂബിന്റെ പൈസ ഇപ്പൊ തന്നെ ഒന്ന്. അണ്ണാ, ഞാൻ പ്രഭുദേവ സാറിന്റെ അടുത്ത് പോട്ടെ? എങ്ങോട്ട് പോണത്? നീ ഒന്നും ഒരു പ്രഭുദേവ സാറിന്റെ അടുത്തും പോണ്ട. നീ വിജയകാന്ത് സാറിന്റെ അടുത്ത് നിന്നാ മതി. പൈസ വെക്കണ്ടോ നീ? അല്ല, ഞാൻ അടുത്തൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ കൊണ്ടുതരാം. അടുത്ത പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണ്ട. നീ ഒരു കാര്യം ചെയ്തേ, ഇവളിവിടെ നിൽക്കട്ടെ, നീ പോയിട്ട് പൈസ ഒപ്പിച്ചോളൂ. പ്രോഗ്രാം ഉള്ളോ? ഞങ്ങൾക്ക് വേറെ പ്രോഗ്രാം. ഏത് പ്രോഗ്രാം? അവളെ കൊണ്ട് അകത്തേക്ക് പോയി. അകത്തേക്ക് കൊണ്ട് പൂട്ടിയിടണം. ഈ മെനിങ്ങനെ ഡ്രസ്സൊക്കെ അഴിച്ചെടുത്തിട്ട് നീ ഒരു നൈറ്റ് ഞാൻ കൊടുക്കാം. എന്റെ അടുത്തകളെ ഞാൻ ഇടഞ്ഞാണ്ടല്ലോ. അതെ, ഞാൻ കൂറ്റപ്പന്നിനെക്കാളും കഷ്ണം. നിങ്ങൾ എന്ത് വിശ്വാസത്തിലാണ് ഈ ശാന്തിനെ അടുത്തേക്ക് കൊണ്ടുപോയത്? അവര് പെണ്ണുങ്ങളല്ലേ, അവരവിടെ പോയി എന്തെങ്കിലും ചെയ്തോളും. പെണ്ണുങ്ങളോ? വർത്താനം പറഞ്ഞിരുന്നോളും. എന്റെ ചെങ്ങാതി ഏതെങ്കിലും റെക്കോർഡ് ഡാൻസിലോ സൈക്കിൾ യജ്ഞത്തിനോ പെണ്ണുങ്ങൾ ഒറിജിനലായിട്ട് വേഷം കെട്ടിയത് താൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ അങ്ങനത്തെ സൈക്കിൾ യജ്ഞത്തിൽ ഇതുവരെ പെണ്ണുങ്ങൾ ഒറിജിനൽ വേഷം കെട്ടാറില്ല. ഇല്ലല്ലോ. ഇല്ല. എന്റെ ചേട്ടാ, ഇത് ശാന്തി എന്ന് പറഞ്ഞാൽ ശാന്തിലാൽ പാരിലാൽ, അവന്റെ ഒറിജിനൽ പേരാ. 4 പീഡന കേസിലെ പ്രതിയാ. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ ഒപ്പം മൂടിയതാ. അവനെ കൊണ്ട് അകത്തേക്ക് പോയേക്കണത്. ഇത്രയും ചില പെർഫോമറെ കൊണ്ടാണോ ഞാൻ എന്റെ പെണ്ണുമുളനെ അകത്തേക്ക് വിട്ടേ? അയ്യോ, ഞാനൊന്ന് പോണേ. അല്ല, ഞാൻ പോയി അവരെ വിളിക്കാം. ശാന്തിലാൽ അങ്ങ് തുടങ്ങി. ഇവനിതൊക്കെ ഇടാറുണ്ടോ? എന്റെ ചേട്ടാ, അവന്റെ ചരിത്രം വെച്ച് നോക്കിയാൽ വെറും 2 സെക്കൻഡ് കൊണ്ട് തന്റെ പെണ്ണുമുള്ള കൊണ്ട് ഇപ്പൊ ഈ പഞ്ചായത്ത് വിട്ടിട്ടുണ്ടോ? എന്റെ ശാന്തിലാല്, നീ എന്റെ സമാധാനം കളഞ്ഞല്ലോടാ. ഇനി നമ്മള് ഗെയിംസിലേക്ക് കിടക്കാണ്. ഗെയിംസ് എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കാം എന്ന് പറയുന്ന ഗെയിംസ് ആണ്. ചോദിച്ചു പോകാന്നുണ്ട്, അങ്ങനെ പല സെഗ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്നത് ഒരു ഭയങ്കര ഗെയിമാണ്. പക്ഷെ ഇതിന് ഇരുന്ന് നമുക്കിനി കളിക്കാൻ പറ്റില്ല. ഇരുന്ന് നമ്മൾ റിലാക്സ് ആയി പോകും. ചൂടോടെ നിന്ന് നമുക്ക് കളിക്കാം. കമോൺ.
വാം അപ്പ് ഗെയിമാണ്. അതായത് അങ്ങനത്തെ ബോഡി വാം അപ്പ് അല്ല, നിങ്ങളൊക്കെ ആക്ടേഴ്സ് ആണ്. അപ്പം മുഖത്തിന് വേണ്ടി നമ്മൾ കുറച്ച് എക്സസൈസ് ആദ്യം ചെയ്യണം. ആദ്യം എല്ലാവരും എൻ്റെ കൂടെ പറയൂ. ഇങ്ങനെ കാണിക്കണം. ചെയ്തോളൂ. ഇത് കറക്റ്റായിട്ട് കറക്റ്റ്. മൂക്ക് എങ്ങനെയാ സ്ട്രെച്ച് ചെയ്യുക നമ്മള്? അങ്ങനെ. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിം തുടക്കാം. ഞങ്ങള് LED സ്ക്രീനിൽ കുറച്ച് ഫോട്ടോസ് കാണിക്കും. ആ ഫോട്ടോയിലുള്ള വ്യക്തിയുടെ എക്സ്പ്രഷൻ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് ഇവിടെ കാണിക്കണം. ഫസ്റ്റ് ഫോട്ടോ പ്ലീസ്. കാല് തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല. ആ ലുക്കാണ് കാണിക്കണം. അതെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പ്രചോദേട്ടന് ഒരു പ്രചോദനമായി. പക്ഷെ ഇങ്ങനെ നിന്ന് കാണിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കാണിക്കാം. അയ്യോ, ഇതാണ് ഡെഡിക്കേഷൻ. നെക്സ്റ്റ് ഫോട്ടോ പ്ലീസ്. സുധീഷ് ചേട്ടൻ. ഇതാണ് ഫോട്ടോ. റെഡി? 1 2 3. ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോ പ്ലീസ്. സിമ്പിൾ അല്ലേ? ഇനി ഫൈനൽ ഇതാണ് മൂന്നാമത്തത്. റെഡി? ഫോട്ടോ പ്ലീസ്. ശാന്തം, ശാന്തം, സുന്ദരം, ഒന്നിനും ഇല്ല, പാവം. അതാണ് സംഭവം. അതെ. 1 2 3. അയ്യടാ. ഇനി ഫൈനൽ ഫോട്ടോ നമ്മൾ കാണിക്കാൻ പോവാണ്. മനസ്സിൽ ലഡ്ഡു പൊട്ടിയ ചിരി. അതെ അതെ, അങ്ങനല്ലേ? ആക്ച്വലി നിങ്ങൾ രണ്ടുപേരും ഇത് ഒരുമിച്ചൊന്ന് ചെയ്യണം എന്ന് എനിക്കൊരു എന്റെ ആഗ്രഹമാണ്. ഈ സംഭവം ലാസ്റ്റ് എക്സ്പ്രഷൻ. 1 2 3. ഇതിൽ ആരാ ബെറ്റർ? രണ്ടുപേരും ഈക്വൽ ആണ്. സൂപ്പർ. ഈ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ എക്സ്പ്രഷൻ. അതെ, വേണമെങ്കിൽ ഭീകരന്മാരുണ്ട്. ഞങ്ങള് സിമ്പിൾ ഗെയിം തരാന്ന് വിചാരിച്ചപ്പോ ഇനി കുറെ ഗെയിംസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറെ സംസാരിക്കാനുണ്ട്. പക്ഷേ ബിഫോർ ദാറ്റ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ദിസ് ഇസ് ഫണ്ണി നൈറ്റ്സ് വിത്ത് Pearly Mani, co-presented by Swayamvara Silks and Kylie Jewellers. Welcome back to Funny Nights with Pearly Mani, co-presented by Swayamvara Silks and Kylie Jewellers. ഇനി അടുത്ത ഗെയിമിൽ നമ്മൾ നന്മയും തിന്മയും കാണാൻ പോകുന്ന ഒരു സൈഡാണ്. എല്ലാ മനുഷ്യരും കുറച്ച് നന്മയുണ്ടാവും, കുറച്ച് തിന്മയുണ്ടാവും. എനിക്കും കുറെ തിന്മകളും കുറെ നല്ലതുണ്ട്. നിങ്ങൾക്കില്ലേ? ഇല്ലേ? അതേപോലെ എല്ലാ മനുഷ്യരും ഉണ്ട്. ഇനി ഇപ്പൊ സ്ക്രീനിൽ വരാൻ പോകുന്ന ആൾക്കാർക്കും ഉണ്ട്. സുധീഷ് ചേട്ടനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. റെഡി? ഇത്രയും നല്ലൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്ന ഒരാള്, സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ ജീവനാണ്. അതായത് അയാൾക്ക് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ പ്രധാനമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് അത് വേണം അയാൾക്ക്. എന്നാൽ ഇത്രയും പാര മലയാള സിനിമയിൽ ഇത്രയും വലിയ പാരയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കുത്തിരിപ്പുണ്ടാക്കാന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ പൊന്നെ, കുത്തിരിപ്പുണ്ടാക്കാൻ മലയാള സിനിമയിൽ ആര് കയറി വന്നാലും അപ്പം നോക്കിയിട്ട് അവൻ ഔട്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എന്തൊരു നല്ല വ്യക്തിയാണെന്ന് പറയും. അയ്യോ, ആ ചിരി കണ്ടാൽ മതി, നമുക്ക് എന്തൊരു ഇഷ്ടം തോന്നും. ആ ഹാൻസം, ആ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ ഒരു ചീഞ്ഞ പേഴ്സണാലിറ്റി. എൻ്റെ അമ്മോ, കാണാൻ പറ്റൂല, അത്ര ചീഞ്ഞ പേഴ്സണാലിറ്റി. അയ്യോ, സഹിക്കാൻ പറ്റൂല. ചില സമയത്തൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ അമ്മ ഒരു സ്മെല്ലൊക്കെ വൃത്തികെട്ട നല്ല മനുഷ്യൻ. എന്റെ പൊന്നെ, അവൻ എന്തൊരു നല്ല ആക്ടറാണ്. അഭിനയിക്കും എന്തൊരു നൈസ്, എത്ര നാച്ചുറാലിറ്റി. എന്താ എത്ര നാച്ചുറാലിറ്റി അഭിനയിക്കുന്ന ഒരാളെ കാണാനില്ല. അത്ര നാച്ചുറാലിറ്റിയാണ്. അടുത്തത് റെഡി? രമേശ് പിഷാരടി എന്ന് പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരമാണ്. അദ്ദേഹം നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. ഞങ്ങളൊക്കെ നടക്കുന്നൊരു സമയത്ത് കോമഡികൾ ഇതുപോലെ രസകരമായിട്ട് ചളം പറയുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മുടെയൊക്കെ വിറ്റുകൾ നമ്മൾ എന്തെങ്കിലും കോമഡി പറഞ്ഞാൽ ആ കോമഡി ഇദ്ദേഹത്തിൻ്റെ ആണെന്നും പറഞ്ഞ് ഇയാൾ എല്ലായിടത്തും കൊണ്ടങ്ങ് പറഞ്ഞു കിടക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം ആളാണ് രമേശ് പിഷാരടി എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. കാര്യം ഒരു അനുജനെ പോലെ എൻ്റെ വിഷമങ്ങളൊക്കെ ഏത് സമയത്ത് എനിക്ക് പറയാം. അതുകൊണ്ടൊരു സിനിമ എടുക്കുമ്പം അത് ഒന്ന് ഹിറ്റാക്കണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ പോലും ഇദ്ദേഹം അത് എഴുതി കുളവാക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. നല്ല ക്ലാസ് കൊടുക്കണം. അതായത് നല്ല പരിധി ബന്ധുക്കളൊക്കെ കൊടുത്തില്ലെങ്കിൽ ഇയാൾ കൗണ്ടർ അടിച്ച് നമ്മൾ എത്രമാത്രം ചീപ്പാകാവും
അത്രമാത്രം. പിന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ആശംസയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടില്ല. ഇപ്പൊ പേളിയെ കണ്ടു കഴിഞ്ഞാൽ പേളി എന്തുണ്ട്, നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് റിസൾട്ടാണ് ഏത് സംസാരിച്ച കാര്യം. ഇവന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ സമയം പോകും നമുക്കറിയില്ല. അത്രയ്ക്ക് തമാശ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ച്, നമ്മൾ ഈ ചിരി 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 ഈ എന്തൊരു കോമഡി കേട്ടാ ചിരിച്ചപ്പം നമ്മൾ കല്ലും മണ്ണും ഒക്കെ എടുത്ത് നമ്മൾ പിടിച്ചു. ഒരു മിനിറ്റ്, ആ ഫോട്ടോയിലേക്ക് നോക്കൂ. ഇത് കാണുന്ന രമേശ് ഏട്ടൻ അല്ലേ? രമേശ് ഏട്ടൻ പിഷാരടി ചോദിക്കുന്നത് എനിക്ക് പ്രാന്തായതാണോ, നാട്ടുകാർക്ക് മുഴുവൻ പ്രാന്തായതാണോ? ഇനി ലാസ്റ്റ് ഫോട്ടോ. അയ്യോ ഇനി വേണോ? എനിക്ക് നമ്മളെ സുഹൃത്തുക്കളാണ് എല്ലാവരും, അതാണ് പേടി. പക്ഷെ ഇത് കള്ളവും സത്യമുള്ള. അയ്യോ ചാക്കോച്ചാ, തീരുമാനമായി. മലയാള സിനിമയിലെ ഒരു തറവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കോച്ചനെ കഴിഞ്ഞ് വേറൊരാളില്ല. അത്രയും സൽസ്വഭാവയും അത്രയും എന്താ പറയാ എല്ലാവർക്കും സഹായം ചെയ്യാനുള്ള വലിയ മനസ്സും ഇത്രയും നല്ലൊരു, അതിനേക്കാൾ ഉപരി നല്ലൊരു നടനും കൂടിയാണ് കുഞ്ചാക്കോ. എന്ത് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം, ഈ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ അപ്പം തന്നെ ഇവന്റെ മറ്റേ ഒറിജിനൽ സ്വഭാവം പുറത്തേക്ക് ഇറങ്ങും. ഈ മലയാളം തമിഴും പോരാഞ്ഞിട്ട് ഇപ്പം ബോളിവുഡിലേക്ക് പോയിരിക്കും ഏതൊരു നടി പുതിയ നായിക ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയ്യോ കാര്യം. പിന്നെ മാത്രം നമുക്കറിയാം എൻ്റെ പൊന്നെ എന്തൊരു നല്ല വ്യക്തിയാന്ന് അറിയാം. നമ്മൾ എന്തെങ്കിലും ഫോൺ വിളിച്ച് അപ്പം ഫോൺ എടുക്കും, അപ്പം സംസാരിക്കും എന്തൊക്കെയാണ് തോന്നുന്നില്ലേ, പടങ്ങളുണ്ടോ മറ്റു. ഇത്രയും നല്ലൊരു സ്വഭാവമുള്ള ഒരാളെ മറ്റു സാധാരണ ആരും ഫോൺ എടുക്കാറൊന്നുമില്ല വിളിക്കും, പക്ഷേ ഇദ്ദേഹം ഫോൺ എടുക്കും, ഫോൺ സംസാരിക്കും, നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കും. ഇത്രയും വൃത്തിയുള്ളൊരു മനുഷ്യൻ, എല്ലാം കൊണ്ടും വൃത്തികെട്ടവരെ ഞാൻ ഇതേ വരെ കണ്ടിട്ടില്ല. അത്രയും സ്വഭാവത്തിന്റെ കാര്യം ഒരു സംശയമില്ല. നമ്മൾ അറിയാത്ത കാര്യം ചിലപ്പോൾ ചെറുതായിട്ട് മദ്യപിക്കുകയും ചെയ്യും, അറിയോ? അത്രയും കുഴപ്പങ്ങളുണ്ട് ഇവര്. നമ്മളെ എന്ത് പറഞ്ഞാലും എന്താ വളരെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ബഹുമാനം നമുക്ക് എന്തും തരും. അതൊരു നല്ലൊരു അടുത്ത ആളെ കാണിക്കൂ. യെസ്, ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. കലാഭവൻ ഷാജോൺ എന്ന് പറഞ്ഞാൽ ഇത്രയും കഴിവുള്ള ടാലന്റ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് മലയാള സിനിമയിൽ ചുരുക്കമാണ്. കാര്യം വില്ലൻ വേഷമായാലും നായകൻ വേഷമാണെങ്കിൽ എന്ത് വേഷം, ഡയറക്ടർ വേഷം, സിനിമ വരെ ഡയറക്ട് ചെയ്തു. നല്ല സിനിമകൾ പൃഥ്വിരാജിനെ വെച്ചിട്ടൊരു സിനിമ ഡയറക്ട് ചെയ്തു. കാരണം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ആ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അവൻ ചെയ്തപ്പോൾ ഒരു വേഷം എനിക്ക് തരാതെ ഇവനൊക്കെയാണോ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്? നമ്മളെന്തോ ഒരു സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ പിന്നെ സത്യം പറയാം. കാര്യം നമ്മളൊക്കെ നല്ല ഫ്രണ്ട്സായിരുന്നു. ഞങ്ങൾ പ്രജോഷ് ഷാജോൺ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എല്ലാം വളരെ ഇഷ്ടമായിരുന്നു. അത്രയ്ക്കൊരു സുഹൃത്തായി എന്നെ അവൻ തിരിഞ്ഞു പോലും നോക്കിയിട്ട് കടന്നു. പിന്നെ പക്ഷേ ഒരു കാര്യമുണ്ട്, പൈസ ഉണ്ടാക്കാൻ അവനെ പോലെ മിടുക്കൻ. അതായത് ഇപ്പോൾ പറയാം 2 ഫ്ലാറ്റ് എറണാകുളത്ത് മേടിച്ചു, വണ്ടികൾ മേടിക്കുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ എല്ലാ കാര്യത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഏതിപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട്. നമ്മളവനെ തിരിഞ്ഞു നോക്കില്ല. കാര്യം ആ സമയത്ത് ഇവൻ പെണ്ണുങ്ങളുടെ എന്ത് പനിയുണ്ടോ മക്കളെ മറ്റൊന്ന് ഡോക്ടർമാരാകും. നമ്മളൊക്കെ എന്തെങ്കിലും അസുഖം എന്ന് പറഞ്ഞാൽ നമ്മളെ തിരിഞ്ഞു കഞ്ഞിവെള്ളം തരും. അപ്പം അത്രയ്ക്ക് എന്താ പറയുക, നമ്മളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണെങ്കിൽ പോലും ചില സമയത്ത് സ്റ്റേജിലേക്ക് ഇവൻ എന്നെ സ്നേഹപൂർവ്വം വിളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും. കാര്യം ഇന്നലെ ദിവസം ഫോർച്യൂണർ നിനക്ക് വേണം നീ എടുത്തോടാ എന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ കൊണ്ട് ഫോർച്യൂണർ പുതിയ ഫോർച്യൂണർ മേടിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഫ്ലാറ്റ് അത് നിനക്ക് വേണം, നീ റെൻറ്റിനങ്ങ് താമസിച്ചു, നീ എൻ്റെ ഫ്ലാറ്റ് ആണെങ്കിൽ പോലും നിൻ്റെ ഫ്ലാറ്റായിട്ട് നീ കരുതിയാൽ മതി എന്ന് പറഞ്ഞ് ഫ്ലാറ്റിൻ്റെ താക്കോലെടുത്ത് എൻ്റെ കൈ വെച്ച് തന്ന ഞാൻ ആഗ്രഹിച്ചാണ്. പക്ഷേ ഇതുവരെ ഒരു ഫോർച്യൂണർ വേണമെന്നോ ഒരു ഫ്ലാറ്റ് വേണമെന്നോ ഇതുവരെ എൻ്റെ പൈസ വേണം. എനിക്ക് മനസ്സിലായി. ഇനി എന്തായാലും എനിക്ക് ഒരു കാര്യം നിങ്ങളോട് രണ്ടുപേരും ചോദിക്കണം. നിങ്ങൾക്ക് മലയാള സിനിമയിൽ നിങ്ങൾക്ക് കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ആ മുഖം, ആ പേര് അതാരാണ്? പെട്ടെന്ന് ഞാൻ ഓർമ്മയിലേക്ക് കലാഭവൻ ഷാജോണാണ്. ഷാജോണ കാര്യം നമ്മൾ ഈ പറഞ്ഞത് നേരത്തെ തൊട്ട് സുഹൃത്ത് ബന്ധമുണ്ട്. ഇപ്പോഴാണെങ്കിൽ പോലും എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് വിളിക്കുന്ന ആൾ ഷാജോണാണ്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ചാക്കോച്ചനും ബിജുവൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഒരുപാട് പേരുണ്ട്. പെട്ടെന്ന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എറണാകുളത്തൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഒരു പണി കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിക്കുക നമ്മുടെ സൈജു കുറുപ്പിനായിരിക്കും. എന്തായാലും നിങ്ങൾ ഇപ്പം ഷോ കൺക്ലൂഡ് ചെയ്യുന്ന സമയമാണെന്ന് മനസ്സിലല്ലോ. നമ്മുടെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്, അപ്പോൾ നമുക്ക് കഴിക്കാം. സൂരജ് ഇന്ന് തന്നെ അവൻ തന്നെ തോട്ടിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീനൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവൻ ഇന്ന് വേറൊരു സാധനം അറേഞ്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വെറും കൈയോടെ എനിക്ക് വിടാൻ പറ്റില്ല. ചെറിയൊരു ഗിഫ്റ്റ്, എൻ്റെ ഒരു സ്നേഹോപഹാരം വരുന്നവൻ. ഫുഡൊക്കെ റെഡി അല്ലേ? എനിക്ക് നല്ല വിശപ്പുണ്ട്. എല്ലാരും ഞാൻ വയറ് നിറച്ച് തീറ്റിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് നിങ്ങളുടെ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ തരുന്നത് ഒരു മെമ്മറി. ഇത് ചേട്ടന് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടിപൊളി, സൂപ്പർ. അപ്പൊ നമ്മളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ ഹോട്ടലിൽ വന്ന് ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ഫണി നൈറ്റ്സ് വിത്ത് പേർലി മാണി, co-presented by Swayamvara Silks and Kylie Jewellers.